കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് സംസ്ഥാനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു പ്രധാന ഭാഗം പരിശോധിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല പിടിച്ചെടുക്കുവാൻ കഴിയാതെ പോയതാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് സ്വാധീനം കുറവാണ് BJPയെയും ഇടതുപക്ഷത്തെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ. അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന് വലിയ സ്വാധീനം ഇല്ലാതെ പോവുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് ഏറ്റവും കുറവ് സീറ്റ് ലഭിക്കുന്ന ജില്ലകളിൽ ഒന്നായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു. കാലങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷവുമാണ്. വോട്ട് ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്നതും തിരുവനന്തപുരം ജില്ലയാണ്. അതായത് ഇടതുപക്ഷത്തിനും BJPക്കും വളക്കൂറുള്ള മണ്ണായി തലസ്ഥാന നഗരി നിൽക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് നല്ല അകലം പാലിക്കുന്നുണ്ട് തിരുവനന്തപുരം എന്ന് സാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിയർത്ത് തന്നെയാണ് കോൺഗ്രസിൻ്റെ MP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശശി തരൂർ വിജയിച്ചു വന്നത്. നെയ്യാറ്റിൻകരയും പാറശാലയും കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ പരാജയത്തിലേക്ക് 3 തവണ അടുപ്പിച്ച് MP ആയിരുന്ന ശശി തരൂർ കൂപ്പുകുത്തി വീഴുമായിരുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ അധപ്പതനത്തിലേക്ക് കോൺഗ്രസ് വീണുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. DCCക്കും KPCCക്കും അതിൽ വലിയ ആശങ്കയുമുണ്ട്. തലസ്ഥാന നഗരിയിൽ ശോഭിക്കുവാൻ കഴിയാത്ത കോൺഗ്രസിന് എങ്ങനെയാണ് സാധാരണ ഒരു ജില്ലയിൽ ശോഭിക്കുവാൻ കഴിയുക എന്ന ചോദ്യത്തിനും അതിനാൽ പ്രസക്തിയും ഏറുന്നുണ്ട്. തലസ്ഥാന നഗരിയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ശക്തമായൊരു മാർഗത്തിന് കളമൊരുക്കുക എന്ന ഉദ്ദേശമാണ് കോൺഗ്രസ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കണക്കുകൂട്ടുന്നത്. അതായത് ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തു വില കൊടുത്തും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിച്ചെടുക്കുക. തലസ്ഥാന നഗരിയിൽ നഗരസഭ ഭരിക്കുന്നത് ആ പഴയ പ്രൗഢിയോടുകൂടി കോൺഗ്രസ് ആകുമ്പോൾ കാലക്രമേണ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന കണക്കൂട്ടലാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് പാർട്ടി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്ട്രാറ്റജി ആയിരിക്കും നടപ്പിൽ വരുത്തുക. പ്രതിച്ഛായ നോക്കാതെ ഇറങ്ങുന്നത് വമ്പന്മാരാണ്. നേതൃത്വം നൽകാൻ മുൻമന്ത്രി അടക്കമുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കരുക്കൾ നീക്കി കോൺഗ്രസ് ദേശീയ നേതൃത്വവും രംഗത്തുണ്ട്. KPCCയും ഒപ്പത്തിനൊപ്പം. തലസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സര രംഗത്തിറക്കി ഭരണം പിടിക്കാനാണ് കോൺഗ്രസ് ക്യാബിനറ്റ് നീക്കം. കേരളമൊട്ടാകെ ഈ നീക്കം വ്യാപിപ്പിക്കും. AICC സെക്രട്ടറി PC വിഷ്ണുനാഥിനാണ് തലസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. 100 അംഗ കൗൺസിലിൽ 10 അംഗങ്ങൾ മാത്രമുള്ള ദയനീയ സാഹചര്യത്തിലാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ്. 50ലേറെ സീറ്റ് പിടിക്കാനാണ് വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ പദ്ധതികൾ തയ്യാറാക്കുന്നത്. നിലവിൽ ഭരണം കൈയാളുന്ന LDFന് 51 അംഗങ്ങളും മുഖ്യ പ്രതിപക്ഷമായ BJPക്ക് 34 അംഗങ്ങളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. നഗരപരിധിയിൽ BJPക്കാണ് സ്വാധീനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇത് പ്രകടമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മുൻ മന്ത്രിമാരെയും മുൻ MLAമാരെയും MP-മാരെയും ഒക്കെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് ആരാണ് എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ശബരിനാഥ് അടക്കമുള്ള യുവ നേതാക്കന്മാരുടെ പേര് ശക്തമായി തന്നെ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നുമുണ്ട്. കോർപ്പറേഷനിൽ UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രിക തയ്യാറാക്കുന്നത് M. വിൻസെന്റ് MLA ചെയർമാനും ശബരിനാഥൻ കൺവീനറുമായ സമിതിയാണ്. ഇതിൻ്റെ മേൽനോട്ടം AICC നേരിട്ട് നടത്തുകയും ചെയ്യും. അതായത് AICC നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടക്കുവാൻ പോകുന്നത്. BJPക്ക് തിരുവനന്തപുരം ഒരു A+ മണ്ഡലമാണ് എങ്കിൽ കോൺഗ്രസ് വരും കാലങ്ങളിൽ അതൊരു A+ മണ്ഡലമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.